ഹായ് ഫ്രണ്ട്സ്, ഇന്ന് സുനില എഴുതിയിരിക്കുന്ന ഒരു മെയിലേക്ക് കടക്കാം. മാഡം, എൻ്റെ പേര് സുനില, യഥാർത്ഥ പേരല്ല. വിവാഹിതയായിട്ട് ഇപ്പോൾ 3-4 വർഷമായി. ഇതുവരെ കുട്ടികൾ ആയിട്ടില്ല. എൻ്റെ ഭർത്താവ് ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നുണ്ട്. ഞാനും അതേപോലെ സ്ത്രീകൾ നടത്തുന്ന ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നുണ്ട്. അവിടെ എൻ്റെ അടുത്ത സുഹൃത്താണ് സിജി. അവൾ ഞാനും കൂടെ ഒന്നിച്ച് പഠിച്ചതാണ്. അവളെ കെട്ടിച്ചുകൊണ്ട് വന്നത് എൻ്റെ ഭർത്താവിൻ്റെ വീടിനടുത്ത് തന്നെയാണ്. എൻ്റെ വിവാഹം കഴിഞ്ഞ ശേഷമാണ് അവളുടെ വിവാഹം കഴിഞ്ഞത്. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ അപ്രതീക്ഷിതമായി അവിടെ വെച്ച് കണ്ടുമുട്ടി. ഒരേ നാട്ടിലാണ് കെട്ടിച്ചുകൊണ്ട് വന്നെന്നറിഞ്ഞപ്പോഴേക്കും നല്ല സന്തോഷമായി. അങ്ങനെ ഞങ്ങൾ തമ്മിൽ പണ്ടത്തിനേക്കാൾ കൂട്ടായി. അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകും. എൻ്റെ വീട്ടിൽ അമ്മായിമ്മയില്ല, അമ്മായിപ്പനുണ്ട്. പുള്ളിക്കാരന് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. ഇത്തിരി വയ്യാതിരിക്കുകയാണ്. പ്രശ്നമൊന്നും ഉണ്ടാക്കുന്ന ആളല്ല. വളരെ സ്നേഹമാണ്. പക്ഷേ ഭർത്താവിൻ്റെ പെങ്ങന്മാരൊക്കെ വന്നിട്ട് കുട്ടികളുണ്ടായില്ലേ എന്നൊക്കെ ചോദിച്ച് ഇടയ്ക്കൊന്ന് കുത്താറുണ്ട്. അതിന് മറുപടി ഞാൻ കൊടുത്തു തുടങ്ങിയിട്ടില്ല. എനിക്ക് എന്നാ ദേഷ്യം വരുന്നറിയില്ല. അങ്ങനൊരു സിറ്റുവേഷനാണ് എനിക്ക്. അവളുടെ വീട്ടിൽ അമ്മായിപ്പനില്ല, അമ്മായിമ്മ മാത്രമേ ഉള്ളൂ. ഭർത്താവും ഭർത്താവിൻ്റെ അനിയനും ഉണ്ട് ആ വീട്ടിൽ. അവൾക്ക് ഒരു കുട്ടിയുണ്ട്, 2 വയസ്സായി. ഇപ്പോഴാണ് അവൾ ജോലിക്ക് എൻ്റെ കൂടെ വരാൻ തുടങ്ങിയത്. നേരത്തെ അവൾ വീട്ടമ്മയായിരുന്നു. ഞാനാണെങ്കിൽ കല്യാണം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞപ്പോഴേ ഈ സ്ഥാപനത്തിൽ ജോലിക്ക് കയറി. അവളുടെ അമ്മായിമ്മ ഒരു തൻ്റെടിയാണ്. കാണാൻ സുന്ദരിയാണ്. ഒരു വീട്ടിൽ നിൽക്കുകയാണ്. വീട്ടിൽ നിൽക്കുകയെന്ന് പറയുമ്പോഴേക്കും അവർക്ക് അടുക്കളപ്പണിയൊന്നുമല്ല. അവിടുത്തെ സാറിൻ്റെ വലങ്കയാണ്. സാറിൻ്റെ ഭാര്യ ഇപ്പോഴില്ല. മക്കളൊക്കെ വിദേശത്താണ്. ഇഷ്ടംപോലെ ഭൂസ്വത്തുക്കളും കൃഷിയുമൊക്കെ ഉണ്ട്. കൃഷി സാറിനൊരു ഹരമാണ്. എല്ലാം നോക്കി നടത്തുന്നതും കണക്കെടുക്കുന്നതും ഒക്കെ അവളുടെ അമ്മായിയമ്മയാണ്. ഏകദേശം 1 വർഷത്തിന് മുമ്പ് അവളുടെ ഭർത്താവിൻ്റെ അനിയൻ ഒരു കോഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് ബാംഗ്ലൂരിലേക്ക് പോയി. അമ്മയുടെ ഓമനപുത്രനാണ്. പക്ഷേ അവളുടെ ഭർത്താവ് അനിയനും തമ്മിൽ കാഴ്ചയിൽ വലിയ സാമ്യങ്ങളൊന്നുമില്ല. അനിയൻ ഒരു സുന്ദര കുട്ടപ്പനാണ്. അവനെ വലിയൊരു കോഴ്സിന് അവർ പറഞ്ഞയച്ചു. അതിനുള്ള ക്യാഷ് എല്ലാം റെഡിയാക്കി കൊടുക്കുകയും ചെയ്തു. ലോണൊന്നും എടുത്തില്ല. ഞാൻ ചോദിച്ചു, എടി എവിടെ നടി നിൻ്റെ അമ്മായിമ്മയ്ക്ക് ഇത്രയും ക്യാഷ് അവനെ വിടാൻ? അപ്പോഴേക്കും അവൾ പറഞ്ഞു, അതൊക്കെ അമ്മ നിൽക്കുന്ന വീട്ടിലെ സാറ് കൊടുത്തു. അയ്യോ, അത്രയും പണമൊക്കെ അയാൾ കൊടുക്കുമോ? അപ്പോൾ അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് പറഞ്ഞു, അതിൻ്റെ പിന്നിലൊക്കെ രഹസ്യമുണ്ട് മോളെ. എൻ്റെ ഭർത്താവ് മാത്രമാണ് അവരുടെ ഭർത്താവിൻ്റെ മകൻ. ഇത് 2ാമത്തെ പയ്യനല്ലേ? അതെനിക്ക് തോന്നുന്നത് സാറ് എന്ന് പറഞ്ഞ് അവൾ ചിരിച്ചു. നീ ഉള്ളതാണോ ഈ പറയുന്നത്? അതേടി, ഇവിടെ വന്നപ്പോൾ പലരും എന്നോട് പറഞ്ഞിരുന്നു. കാര്യം ഇവരുടെ ഭർത്താവ് ഉള്ളപ്പോൾ തന്നെ ഇവർ തരികടയായിരുന്നു എന്നാണ് എല്ലാവരും പറഞ്ഞത്. എന്നോട് പിന്നെ പോരെടുക്കുന്നില്ല. അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. മൂത്ത മകന് അവിടെ നിന്ന് ഒരു സഹായവും കിട്ടാറില്ല. പക്ഷേ ഇളയ മകന് എപ്പോഴും സഹായം കിട്ടും. പണ്ട് തൊട്ടേ സാറാണ് അവനെ പഠിപ്പിക്കുന്നത്. അതിൽ നിന്ന് നിനക്കെന്ത് മനസ്സിലായി മോളെ എന്ന് പറഞ്ഞ് അവളിൻ്റെ കവിളിൽ നുള്ളി. ഇപ്പം എനിക്ക് എല്ലാം മനസ്സിലായി. ഈ രഹസ്യം രാത്രി ഭർത്താവിൻ്റെ അടുത്ത് ഞാനങ്ങ് പറഞ്ഞു. അവളിങ്ങനെ പറഞ്ഞെന്ന്. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, ഇതൊക്കെ നാട്ടുകാർക്കെല്ലാം അറിയാവുന്നതാണ്. വർഷങ്ങളായ ആ സ്ത്രീ ആ വീട്ടിലല്ലേ നിൽക്കുന്നത്. അതുമാത്രമല്ല അവരുടെ സൗന്ദര്യത്തോട് എല്ലാവർക്കും മതിപ്പാണ്. ഒത്തിരി ആരാധകർ അവർക്ക് ഈ നാട്ടിലുണ്ടെന്ന്. അത് കേട്ടപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് അവരോട് ആരാധനയുണ്ടോ? അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, പിന്നെ എനിക്ക് നല്ല ആരാധനയുണ്ട്. നിന്നേക്കാൾ 10 മടങ്ങ് സൗന്ദര്യം അവർക്കില്ലേ? അതുമാത്രമല്ല എത്രയോ ആൾക്കാർ അവരെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പം ഞാനും ശ്രദ്ധിക്കും. ഒരു കാര്യം ചെയ്യേ, എന്തായാലും എനിക്കിഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് നീ നിന്റെ കൂട്ടുകാരിയോടൊന്ന് സംസാരിച്ച് നോക്ക്. എന്ത് സംസാരിക്കാൻ? അല്ല, നിന്റെ ഭർത്താവിന് അവളുടെ അമ്മായിമ്മയെ ഒത്തിരി ഇഷ്ടമായെന്നും അവൾ കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി തരാൻ പറ. ഒന്ന് പോ മനുഷ്യ. നിങ്ങളുടെ മനസ്സിലിരിപ്പ് ഇപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത്. നിങ്ങൾ ശരിയല്ല. ഞാൻ ആ കഥ നിങ്ങളോട് പറയണ്ടായിരുന്നു. ഇനിയിപ്പം നിങ്ങൾ അവരുടെ പുറകെ പോകുമോ? പിന്നെ അവരുടെ പുറകെ ഞാൻ എന്തിനു പോകാനാ? അവരെനിക്ക് പണ്ടേ അറിയാമല്ലോ. ഞങ്ങൾ തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കാറുമുണ്ട്. നിങ്ങളുടെ മൊബൈൽ ഇങ്ങോട്ട് വന്നേ, ഞാൻ നോക്കട്ടെ. എടി, അങ്ങനെയല്ല, പുറത്ത് വെച്ച് കാണുമ്പോൾ സംസാരിക്കാറുണ്ടെന്ന്. സംസാരം മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഹസ്ബൻഡ് പറഞ്ഞു, അത് പിന്നെ സംസാരം മാത്രമായിരുന്നില്ല. വിവാഹത്തിന് മുമ്പ് ഞാൻ അവരെ ഒന്ന് നേരിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്നെ ചതിക്കായിരുന്നല്ലേ, വൃത്തികെട്ട മനുഷ്യൻ. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, അത് ഈ പ്രായത്തിൻ്റെ തളപ്പിൽ ഞാൻ അവരോടൊന്ന് സംസാരിച്ചതാണ്. പക്ഷേ അവരൊന്ന് പറഞ്ഞത് കേട്ട് ഞാൻ ഞെട്ടി. എന്താ അവർ പറഞ്ഞത്? അവർ ചോദിച്ചത് വലിയൊരു തുകയായിരുന്നു. അന്ന് എനിക്ക് ജോലി പോലുമില്ല. നല്ല പണമുള്ളവരാണെങ്കിൽ നല്ല പണം, അവർ ചോദിക്കുന്ന പണം കിട്ടിയെങ്കിൽ മാത്രമേ അവർ കാലെടുത്ത് മുന്നോട്ട് വെക്കുമെന്ന് എന്നോട് പറഞ്ഞു. അതുകൊണ്ട് ചെറിയ പിള്ളേരൊന്നും എൻ്റെ പുറകെ നടക്കണ്ട. അതുകൊണ്ട് ഒരു ഗുണവുമില്ലെന്ന് അവരെന്നോട് പറഞ്ഞു. എങ്കിലും അവരെന്നോട് മിണ്ടാറുണ്ട് കേട്ടോ.
എന്നാൽ നിങ്ങൾ ഇത്രയും വൃത്തികെട്ടവനാണെന്ന് എനിക്കറിയില്ലായിരുന്നു. എടി, അതിൻ്റെ 10-23 വയസ്സിലെങ്ങാണ്ടാണ് അവരെക്കുറിച്ച് ഇങ്ങനെയൊക്കെ ആൾക്കാർ ഓരോ റൂമറുകൾ പറയുന്നത് കേട്ടിട്ട് ഞാൻ ജസ്റ്റ് അന്നത്തെ പ്രായത്തിൻ്റെ തിളപ്പിൽ എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഒന്ന് എൻകറേജ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഞാനൊന്ന് ട്രൈ ചെയ്താണ്. വേണ്ട, വിസ്തരിക്കണ്ട, നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം എനിക്ക് മനസ്സിലായി. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, ഇടി നീ തന്നെയല്ലേ എന്നോട് വന്ന് പറഞ്ഞത്? ഞാൻ ഉള്ള കാര്യം പറഞ്ഞു, അത്രേ ഉള്ളൂ. എനിക്കതിന് മാത്രം വലിയ കഴിവൊന്നുമില്ലെന്ന് നിനക്കറിയില്ലേ? ചെമ്മീൻ ചാടിയിൽ മുട്ടോളം ഇല്ലേ ചട്ടിയോളം എന്ന മട്ടിലല്ലേ ഞാൻ എന്ന് പറഞ്ഞു. ഞാൻ ഓർത്തു, അത് ശരിയാണ്. ഇപ്പം വേറെ ഏതെങ്കിലും പെണ്ണുങ്ങൾ എൻ്റെ ഭർത്താവിനെ തട്ടിയെടുത്തോണ്ട് പോകുന്ന ഞാൻ ദുഃഖിക്കേണ്ട കാര്യമില്ല. ഇത്രയ്ക്കിത്ര അല്ലേ ഉള്ളൂ, വെറും ആറ്റുകൊഞ്ച്. പൊതുവെ ഇത്തരം കുത്സിതങ്ങളൊക്കെ ഞാനും ഭർത്താവും തുറന്നു പറയാറുണ്ട്. അതുകൊണ്ട് പിന്നെ കൂടുതൽ വഴക്കുണ്ടാക്കേണ്ട സാഹചര്യമൊന്നുമില്ല. പക്ഷെ എനിക്കൊരു കാര്യം മനസ്സിലായി. എന്തായാലും അവർ ജോലി ചെയ്യുന്ന വീട്ടിലെ മുതലാളിയൊന്നുമല്ല ഇത്രയും പൈസ കൊടുത്തത്. ഇവരുടെ കയ്യിൽ ഇഷ്ടംപോലെ പൈസ കാണും. കാര്യം പൈസ ഉണ്ടെങ്കിൽ എന്തിനും റെഡിയാണെന്നാണല്ലോ പറഞ്ഞത്. അത് ഞാൻ ഭർത്താവുമായിട്ട് പങ്കുവെച്ച് കഴിഞ്ഞപ്പോഴേക്കും ഭർത്താവ് പറഞ്ഞു, അവരാണെങ്കിൽ ഈ നാട്ടിൽ ഒത്തിരി ആൾക്കാർക്ക് പലിശയ്ക്ക് പണമൊക്കെ കൊടുത്തിട്ടുണ്ടോ, ഇഷ്ടം പോലെ പണമുണ്ട്. പക്ഷേ അവരുടെ വീട്ടിലൊന്നും അത്രയും വലിയൊരു സംവിധാനങ്ങളൊന്നും കാണുന്നില്ലല്ലോ ചേട്ടാ. അതെനിക്ക് തോന്നുന്നു അവരുടെ ആദ്യ ഭർത്താവിനെ അവർക്ക് ഒട്ടും ഇഷ്ടമല്ല. അപ്പം ഈ ആദ്യ മകനെ അവർക്ക് താല്പര്യമില്ലെന്ന് തോന്നുന്നു. അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നേ ഉള്ളൂ. അവരാണെങ്കിൽ ആ ഇളയ ചെക്കൻ്റെ പേരിൽ ടൗണിലൊക്കെ വസ്തു വാങ്ങിച്ചിട്ടിട്ടുണ്ട്. അത് മൂത്ത ആൾക്ക് അറിയാമെന്നറിയില്ല. ദൈവമേ, എന്നിട്ട് അവൾ എന്നോട് പറഞ്ഞില്ലല്ലോ എൻ്റെ കൂട്ടുകാരി. എടീ, അവൾക്ക് ഭർത്താവിനത് അറിയില്ലെന്നല്ലേ ഞാൻ പറഞ്ഞത്. ഞാനിത് അവളോട് പറയും. ഈ രഹസ്യം അവൾക്ക് അറിയാമെന്ന് ചോദിക്കണമല്ലോ. എടീ, വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. അവർ വീട്ടിൽ പോയി പറഞ്ഞിട്ട് ആ തള്ളയെ അവളും കൂടെ വഴക്കുണ്ടാക്കും. അതൊന്നുമില്ല, ഞാൻ വഴക്കുണ്ടാക്കാത്ത രീതിയിൽ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കട്ടെ എന്ന്. അങ്ങനെ എൻ്റെ കൂട്ടുകാരി കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പിറ്റേ ദിവസം ഞാൻ ഈ കഥകളൊക്കെ പറഞ്ഞു. അത് കേട്ട് അവൾ മൂക്കത്ത് വിരൽ വെച്ചു. ദൈവമേ, ഇവരിങ്ങനൊരു സ്ത്രീയാണോ? എന്നോട് ഇന്നുവരെ ആരും പറഞ്ഞിട്ടില്ല. എൻ്റെ ഭർത്താവുമായിട്ട് അത്ര വലിയ ടച്ചൊന്നും അല്ലെങ്കിലും ഭർത്താവ് അവരെ കുറ്റമൊന്നും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. അവർ പണം ധാരാളിച്ച് എന്തെങ്കിലും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. ആവറേജായിട്ട് ഈ വീട് പോകുന്നുണ്ട്. അവർക്ക് ടൗണിൽ സ്വത്തൊക്കെ ഉണ്ടോ? ദൈവമേ, സാറ് മാത്രം കൊടുത്തല്ലേ? അപ്പോൾ ഇവർക്ക് ഇഷ്ടം പോലെ പണം ബാങ്കിൽ കാണുമോ? ഇടയ്ക്കിടയ്ക്ക് ബാങ്കിലേക്ക് ഓടുന്നത് കാണാം. ഞാൻ ഓർത്തത് ആ സാറിൻ്റെ അക്കൗണ്ട് വല്ലതും ആയിരിക്കുന്നതാണ്. ഇവർ ശരിക്കും ദുരൂഹതയുള്ളൊരു സ്ത്രീയാണ് മോളെ എന്ന് അവൾ തന്നെ എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നീ മനസ്സിൽ വെച്ചോ, അവരോട് ചോദിക്കാനൊന്നും പോണ്ട. ചോദിച്ചു കഴിഞ്ഞാൽ വഴക്കുണ്ടാക്കും, നിനക്കറിയാമല്ലോ അവർ തൻ്റെടിയാണ്. നിൻ്റെ നാക്കൊന്നും അവരുടെ അടുത്ത് ഫലപ്രദമാകില്ലെന്ന് ഞാൻ അവളോട് പറഞ്ഞു. അവൾ പറഞ്ഞു, എന്തായാലും ഞാനിങ്ങനെ ആരോ പറഞ്ഞറിഞ്ഞു എന്നുള്ള രീതിയിൽ ടൗണിൽ സ്വത്തുണ്ടോയെന്ന് ഒന്ന് ചോദിക്കാമെന്ന് പറഞ്ഞു. വേണ്ടടി, റിസ്ക്കാന്ന് പറഞ്ഞപ്പോൾ ഇല്ലടി, ഞാൻ സൗമ്യമായിട്ട് ചോദിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവൾ അന്ന് വൈകിട്ട് തന്നെ ചോദിച്ചു. എന്നിട്ട് രാത്രി എന്നോട് വിളിച്ച് പറഞ്ഞു, എടി ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മായിമ്മ പറയുകയാണ്, എനിക്ക് ചിലപ്പം സ്വത്തൊക്കെ കാണുമായിരിക്കും. എന്തായാലും അതെല്ലാം എൻ്റെ ഇളയ മകനാണ്. മൂത്ത മകന് അത് ഞാൻ കൊടുക്കില്ല. അതെന്താ അമ്മേ? അമ്മയുടെ ഒരു മോൻ തന്നെയല്ലേ എൻ്റെ ഭർത്താവ്. അതൊക്കെ ശരിയാണ്. അവനിതേ ഈ വീട് സ്ഥലമുണ്ട്. അതല്ലാതെ ഞാൻ സമ്പാദിച്ചതൊക്കെ എൻ്റെ സ്വന്തം അധ്വാനത്തിൽ സമ്പാദിച്ചതാണ്. ഞാൻ മെനക്കെട്ട് അമ്മ എങ്ങനെ സമ്പാദിച്ചെന്ന് ആളുകൾ പറയുന്നുണ്ടെന്ന്. അപ്പോഴേക്കും അമ്മായിമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതങ്ങനെ തന്നെയാണ് സമ്പാദിച്ചത്. നീ നിന്റെ ഭർത്താവിനെ നോക്കിക്കൊണ്ട് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നിനക്ക് 5 പൈസ കിട്ടുമോ? ഇല്ല. പുറത്തിറങ്ങിപ്പോയി നീ ഇപ്പോൾ ഒരു ജോലി ചെയ്യുന്നു. മാസം വല്ല 10,000-12,000 രൂപ കിട്ടും. അതിന് പകരം നീ വേറെ വഴിക്ക് നോക്കിയാൽ നിനക്കും എന്നെപ്പോലെ സമ്പാദിക്കാം. അത് ചെയ്യാതെ ഇവിടെ ഇരുന്ന് വെല്ലവരി പോയി ആറാടുന്നത് കണ്ടിട്ട് അമ്മായിമ്മ കുറ്റം പറയുക, ഭർത്താവിന് സ്വത്ത് കൊടുക്കില്ല എന്ന് പറയുക, അതൊക്കെ നീ അങ്ങ് അധ്വാനിക്കുക. ഒരു കാര്യം ചെയ്യേ, നിൻ്റെ ഭർത്താവിന് നിനക്കും നല്ല സ്വത്ത് വേണമെങ്കിൽ എൻ്റെ കൂടെ നീ ഇറങ്ങി പുറപ്പെട്. അപ്പോൾ നിനക്ക് നല്ലപോലെ സ്വത്തുണ്ടാക്കാനുള്ള മാർഗങ്ങൾ ഞാൻ പറഞ്ഞു തരാം. നീയും അത്യാവശ്യം കാണാൻ കൊള്ളാമല്ലോ. എൻ്റെ അത്രയും വരില്ലെങ്കിലും നിനക്ക് പറ്റോടി മോളെ. അപ്പോൾ ഭർത്താവിന് കിട്ടാത്തത് നീ അങ്ങ് നേടിക്കൊടുക്കുക എന്ന് അമ്മായിമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞിട്ടങ്ങ് കയറിപ്പോയെന്ന്. ഇവളിത് ചോദിക്കുമ്പോൾ അമ്മായിമ്മയുമായിട്ട് നല്ല വഴക്കുണ്ടാക്കുമെന്ന് ഞാൻ കരുതി. പക്ഷേ അമ്മായിമ്മ അവളെ അടിച്ച് നിലംപരിശാക്കി കളഞ്ഞു. അയ്യോ, അവരെ സൂക്ഷിക്കണോടി, അവർ ഒരു നടയ്ക്ക് പോകുന്ന കേസല്ല എന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, ശരിയാടി, അവരോട് തർക്കിക്കാനൊന്നും പറ്റില്ല. പക്ഷേ എനിക്ക് ഇപ്പം അവരോട് വല്ലാത്ത അസൂയ തോന്നുന്നു. അതെന്തിനാണ് നിനക്ക് അവരോട് അസൂയ തോന്നുന്നത്? അല്ലടി, അവരാണെങ്കിൽ നാട് നീളെ നടക്കുന്നു.
ഇഷ്ടം പോലെ സമ്പാദിച്ചു കൂട്ടുന്നു. സാറുമായി നല്ല കമ്പനി, അവിടെ നിന്ന് വരുമാനം, പിന്നെ അവരുടെ ഇഷ്ടപ്രകാരം ഇഷ്ടം പോലെ കമ്പനികൾ അവർക്കുണ്ടാകുന്നുണ്ട്. അതിൽ നിന്നും വരുമാനം. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അവർ രാജകീയമായി ജീവിതം ആസ്വദിക്കുകയാണ്. നമ്മളെന്താ ദേ ഭർത്താക്കന്മാരെ നോക്കി ചെറിയ ചെറിയ സെറ്റപ്പിൽ ജോലിയും ചെയ്ത് ഇങ്ങനെ കഷ്ടപ്പെടുന്നു. അവരാണെങ്കിൽ പണമുള്ള കാര്യം ആരോടും പറയുന്നുമില്ല, എന്നാൽ ഇഷ്ടം പോലെ പണവുമുണ്ട്. എടീ, അവർ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. അവർ സമ്പാദിച്ചതൊക്കെ അവരുടെ കഴിവെച്ചിട്ടാണ്. അത് നിനക്കോ നിൻ്റെ ഭർത്താവിനോ അവകാശപ്പെട്ടതല്ല. നിൻ്റെ ഭർത്താവിൻ്റെ അച്ഛൻ്റെ സ്വത്ത് അത് മാത്രം അവർ തരാമെന്ന് പറഞ്ഞു. അതേ ഉള്ളൂ. ബാക്കിയൊക്കെ അവരുടെ മാമാങ്കം കൊണ്ട് അവരുണ്ടാക്കിയതാണ്. നീ ഇപ്പം അത് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ അവർ നിനക്ക് തരുമോ? അവരോട് ഒട്ടിപ്പറ്റി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ സപ്പോർട്ട് ചെയ്താൽ കുറച്ചെങ്കിലും പണം നിനക്ക് കിട്ടും. അല്ലെങ്കിൽ അമ്മയുടെ കൂടെ നീ അങ്ങ് സപ്പോർട്ടായിട്ട് ഇറങ്ങ് എന്ന് പറഞ്ഞപ്പോഴേക്കും ഒന്ന് പോടി, എനിക്ക് പേടിയാകുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അത് കൊള്ളാം, അവർക്ക് നല്ല മിടുക്കുണ്ട്, അവർ എല്ലാത്തിനെയും അഭിമുഖീകരിക്കുന്നു, നിനക്കാണെങ്കിൽ പേടി. എൻ്റെ അമ്മായിമ്മ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ അമ്മായിമ്മയുടെ അസിസ്റ്റൻ്റായിട്ട് അപ്പം തന്നെ ഞാൻ രംഗത്തിറങ്ങിയേനെ. എൻ്റെ വീട്ടിൽ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യാനുണ്ടെങ്കിൽ എനിക്കെന്താടി പാറി പറന്ന് നടന്നാൽ എന്ന് ഞാൻ അവളോട് ചോദിച്ചു. നീ തമാശയ്ക്ക് പറയുകയാണോ അതോ കളിയാക്കി പറയുകയാണോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, തമാശയുണ്ട്, കാര്യമുണ്ട്. എങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്യാം, എൻ്റെ അമ്മായിമ്മയോട് പറയാം നിൻ്റെ ആഗ്രഹം. അപ്പോൾ ഞാൻ പറഞ്ഞു, ആ പറഞ്ഞു നോക്ക്, അവരെന്താ പറഞ്ഞെന്നെങ്കിലും അറിയാമല്ലോ എന്ന് പറഞ്ഞു. ഞാൻ വെറുതെ തമാശയ്ക്ക് പറഞ്ഞതാണ്. എങ്കിലും അവരോട് പറയുമ്പോഴേക്കും അവർ എന്നെ കൂട്ടത്തിൽ ചേർക്കുമോ? കാര്യം അവർ ഭയങ്കര സുന്ദരിയാണല്ലോ, എനിക്ക് അവരുടെ കൂട്ടത്തിൽ ചേർക്കാനുള്ള സൗന്ദര്യമുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. സത്യം പറഞ്ഞാൽ അവളുടെ അമ്മായിമ്മയുടെ കഥ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അവൾ മോഹിച്ചതിനേക്കാൾ കൂടുതൽ ഞാനാണ് മോഹിച്ചത്. കാര്യം എനിക്കും ഈ ജീവിതം ഏകദേശം മടുത്തു തുടങ്ങിയിരുന്നു. എനിക്കും പൂഞ്ചില്ലമേൽ ഊഞ്ഞാലിടാൻ മോഹമായിരുന്നു. അത് പക്ഷേ ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. അപ്പോൾ പിറ്റേ ദിവസം അവളത് പറഞ്ഞത് പോലും അമ്മായിമ്മ എന്നെ കാണണമെന്ന് പറഞ്ഞെന്ന്. ഞാൻ പറഞ്ഞു എന്തായാലും ഒന്ന് കാണട്ടെ, അവരുടെ ഐഡിയോളജി എങ്ങനെയാണ്, അവരെങ്ങനെയാണ് വർക്ക് സെറ്റപ്പ് കൊണ്ടുപോകുന്നതെന്ന് ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെടി. ഇങ്ങനെ പറഞ്ഞ് നമുക്ക് അവരിൽ നിന്ന് കഥകളൊക്കെ പുറത്തെടുക്കാം, എവിടൊക്കെ സ്വത്തുണ്ടെന്നും അറിയാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൾ പറഞ്ഞു, ആ അതുകൊണ്ടാടി ഞാനും പറഞ്ഞത്, എന്നോട് പറഞ്ഞില്ലെങ്കിലും നിന്നോട് പറയുമല്ലോ, അവരുടെ കൂട്ടത്തിൽ ചേരാൻ നിനക്ക് താല്പര്യമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നിന്നെ അവർക്ക് ഒത്തിരി ഇഷ്ടമായി കാണുമെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം വൈകിട്ട് ഞാൻ അവളുടെ വീട്ടിലേക്ക് ചെന്നു. അമ്മായിമ്മ എന്നോട് ചോദിച്ചു, നിങ്ങൾ കൂട്ടുകാരികൾ രണ്ടുപേരും കൂടിയുള്ള ഒത്തുകളിയാണെന്ന് എനിക്കറിയാം, എൻ്റെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ പിടിച്ചെടുക്കാനല്ലേ എന്ന് ചോദിച്ചു. അത് കേട്ട് ഉള്ളിൽ ഞങ്ങൾ രണ്ടുപേരും ഒന്ന് ചമയെങ്കിലും ഞാൻ പറഞ്ഞു, അങ്ങനെയല്ല. ഇവൾ ആദ്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് അയ്യെന്ന് തോന്നിയെങ്കിലും അമ്മ ഭർത്താവ് നഷ്ടപ്പെട്ട ശേഷം ഇത്രയുമൊക്കെ സമ്പാദിച്ചു, ആരോടും പറയാതെ കാര്യങ്ങളൊക്കെ നന്നായി ചെയ്യുന്നു. ഇപ്പോൾ പുറത്തുള്ളവർക്കെല്ലാം അമ്മയ്ക്ക് സ്വത്തുണ്ടെന്നറിയാം, പക്ഷേ വീട്ടിലിരിക്കുന്ന മോനും മരുമകൾക്കും അറിയില്ല. അപ്പോൾ അമ്മ എത്ര നന്നായിട്ടാണ് ആ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാനും അങ്ങ് പറഞ്ഞതാണ്. പക്ഷേ നീ പറഞ്ഞത് അങ്ങനെയല്ലല്ലോ, നിനക്ക് എൻ്റെ കൂടെ വന്ന് കാര്യങ്ങളിലേക്ക് ഒന്ന് കടക്കാൻ താല്പര്യമുണ്ടെന്നല്ലേ പറഞ്ഞത്? അതെ, ഞാൻ അങ്ങനെയാണ് പറഞ്ഞത്. സത്യം പറഞ്ഞ എൻ്റെ സിറ്റുവേഷൻ മഹാപോറാണ്. ഭർത്താവ് അങ്ങനെ എൻ്റെ പ്രതീക്ഷയ്ക്കൊത്തില്ല, കുട്ടികൾ അതില്ല. ഇവൾക്കൊരു പ്രശ്നമില്ലല്ലോ. നിങ്ങളുടെ മോൻ കല്യാണം കഴിച്ചപ്പോൾ ഉടനെ തന്നെ കുട്ടിയൊക്കെ ഉണ്ടായി അവളൊരു വീട്ടമ്മയായി കഴിയുന്നു. എനിക്കാണെങ്കിൽ ഇവളെപ്പോലെ തന്നെ ഈ 12,000 രൂപയ്ക്ക് പോയി ജോലി ചെയ്യുന്നു. സത്യം പറഞ്ഞ ജീവിതത്തിൽ എന്താ ഉള്ളത്? അപ്പം അമ്മായിമ്മ എൻ്റെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിനക്ക് എൻ്റെ കയ്യിൽ അവസരങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. കാര്യം ആത്മാർത്ഥമായ ഒരു കാര്യത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ സപ്പോർട്ട് ചെയ്യും. പക്ഷേ എൻ്റെ കൂടെ നിന്ന് വഞ്ചിക്കരുത്. ഞാൻ പറയുന്ന സമയത്ത് പറയുന്ന സ്ഥലത്ത് എത്തിക്കൊള്ളണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ 12,000 രൂപ നിനക്ക് ഒരു മാസം കൊണ്ടല്ല ഒരു ദിവസം കൊണ്ട് തന്നെ കിട്ടും എന്ന് പറഞ്ഞു. ഞാൻ ക്യൂരിയോസിറ്റിയോടുകൂടി എങ്ങനെയാമ്മേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതൊക്കെയുണ്ട്. സാറിൻ്റെ വീട്ടിൽ ഇഷ്ടംപോലെ ആളുകൾ വരാറുണ്ട്, അവിടെ പാർട്ടിയൊക്കെ നടക്കാറുണ്ട്. സാറിൻ്റെ സ്വഭാവം അറിയാമല്ലോ, അദ്ദേഹവും വിദേശത്തായിരുന്നു. അപ്പോൾ പിന്നെ പുള്ളിക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ ഇൻട്രസ്റ്റാണ്. അതിഥികൾ വരുമ്പോൾ അതിഥികൾക്കും ഇൻട്രസ്റ്റ് ഉണ്ട്. പിന്നെ പുള്ളിയുടെ മകൻ അവനങ്ങ് ദുബായിലല്ലേ, അവിടെ നിന്ന് അവന് ഇഷ്ടംപോലെ കണക്ഷനുണ്ട്. അതിൽ ത്രൂ അവൻ എന്നോട് പറയും, ചേച്ചി ഇന്ന ആൾക്കാർ വരുന്നുണ്ടേ, ചേച്ചി അവരെ ഒന്ന് കണ്ടേക്കണേന്ന്. ആ എനിക്കെന്താ കുഴപ്പം? സാറ് തരുന്നതും സാറിൻ്റെ മോൻ തരുന്നതും ഒക്കെ ചേർന്ന് ഞാൻ നല്ലവണ്ണം സമ്പാദിക്കുന്നു, സിറ്റിയിൽ സ്ഥലവും മേടിക്കുന്നു, അതിനെന്താണ്? എന്നാലും അമ്മേ എന്തുകൊണ്ടാണ് മൂത്ത മകന് അമ്മ ഒന്നും കൊടുക്കാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവർ പറയുകയാണ്, അതിന് മൂത്ത മകൻ ഈ കാര്യങ്ങളൊക്കെ അറിയാം, പക്ഷേ എൻ്റെ ഇളയ മകൻ അറിഞ്ഞപ്പോൾ എന്നെ ഫുൾ സപ്പോർട്ട് ചെയ്തു. ഇവിടെ ഭർത്താവ് യാതൊരു രീതിയിൽ സപ്പോർട്ട് ചെയ്യില്ല.
രക്ഷയില്ല. എന്നെ അവൻ അതിന് തെറി വിളിക്കുകയാണ് ചെയ്തത്. അങ്ങനെയുള്ളവനെ ഞാൻ എന്തിനാണ് പ്രോത്സാഹിപ്പിക്കുന്നത്? അത് കേട്ട് എൻ്റെ കൂട്ടുകാരൻ ഞെട്ടി. ഇന്ന് വരെ അങ്ങേര് അമ്മയെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അത് പിന്നെ സ്വന്തം അമ്മയല്ലേടി, അവൻ അങ്ങനെ പറയത്തില്ല. എന്നാലും അവൻ പിന്തിരിപ്പനാണ്. ഒന്ന് നന്നാകാൻ അവൻ സമ്മതിക്കില്ല. അതെനിക്കറിയാം. അതുകൊണ്ട് തൽക്കാലം അവന് ഞാൻ ഒന്നും കൊടുക്കില്ല. അധ്വാനിക്കട്ടെ. മനസ്സ് മാറിയാൽ പിന്നെ ഞാൻ തീരുമാനം എടുക്കാം. അപ്പം സ്വത്ത് തരണോ വേണ്ടേ എന്നുള്ളത് അപ്പം തീരുമാനിക്കും എന്ന് പറഞ്ഞു. ഇതൊക്കെ കേട്ട് ശരിക്കും ഞങ്ങൾ ഞെട്ടിപ്പോയി. സത്യം പറഞ്ഞാൽ സത്യങ്ങളൊക്കെ അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി കൊണ്ടാണ് ഞാൻ ഇതൊക്കെ ഒന്ന് ഇളക്കി വിട്ടത്. ഇപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് പിന്നെ ഇളക്കം കൂടി. അവരുടെ കൂടി ചേർന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഈ 12,000 രൂപയ്ക്ക് ഇത്രയും കഷ്ടപ്പെടേണ്ടി വരില്ല. അതുമാത്രമല്ല, ഭാവിയിൽ കുട്ടികളുണ്ടായില്ലെങ്കിൽ ചിലപ്പോൾ എന്നെ ഭർത്താവ് ഉപേക്ഷിച്ചാലോ പറയാൻ പറ്റില്ല. ആർക്കും കുഴപ്പമില്ലെന്ന് പറയുന്നു. ഇനിയിപ്പം എന്ത് കുഴപ്പമാണ്, ആരുടെ കുഴപ്പമാണെന്ന് ആർക്കറിയാം? ശരി അമ്മേ, ഞാൻ ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവിടുന്ന് പോകുന്നത്. എൻ്റെ കൂട്ടുകാരി എന്നോട് ചോദിച്ചു, നീ ശരിക്കും സീരിയസ് ആണോന്ന്. ഞാൻ പറഞ്ഞു, സീരിയസ് ആകാൻ ഞാൻ ആലോചിക്കുന്നുവെന്ന്. എന്തായാലും വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഭർത്താവിനോട് ഇതൊക്കെ പറയണം തോന്നി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പോകുന്ന കാര്യമല്ലാതെയുള്ള മറ്റ് കഥകളെല്ലാം ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു. എൻ്റെ ഭാഗം ഞാൻ വിദഗ്ധമായിട്ട് മറച്ചു വെച്ചു. എന്നിട്ട് അമ്മായിയമ്മ മരുമകളോട് പറഞ്ഞു, ആ പണം വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ എന്നുള്ള രീതിയിൽ സംസാരിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എടുത്തടിച്ച് പറയുകയാണ്, അതിലൊന്നും ഒരു തെറ്റുമില്ല. അവർ സമ്പാദിക്കുന്ന പണം നമ്മൾ 10 വർഷം ജോലി ചെയ്താലും സമ്പാദിക്കാൻ പറ്റില്ല. അതവർ 1 വർഷം കൊണ്ടുണ്ടാക്കും. അത് നല്ലതല്ലേ? ഇക്കാലത്ത് നിന്നെപ്പോലെ ഇങ്ങനെ ഭർത്താവ് വേറൊരാളെ നോക്കിയെന്ന് പറയുമ്പോഴേക്കും ചിണുങ്ങുകയും കിണുങ്ങുകയൊക്കെ ചെയ്ത് ഇരുന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണ് ജീവിക്കുക? മനുഷ്യൻ്റെ ജീവിതത്തിൽ നല്ല ഫ്രീഡം ഉണ്ടെങ്കിൽ അവർ ഒന്നിച്ച് നിൽക്കുകയാണെങ്കിൽ എന്ത് വേണമെങ്കിലും സമ്പാദിക്കാം എന്ന് പറഞ്ഞു. അത് കേട്ടപ്പം എനിക്ക് തോന്നി, എനിക്ക് ഒരു വലിയ വാതിൽ തുറക്കുകയാണ്. ഭർത്താവിനെ ഞാൻ ശരിയായി മനസ്സിലാക്കിയില്ല. ഭർത്താവ് പണത്തിനോട് താല്പര്യമുള്ളവനും ഒത്തിരി മോഡേണുമാണ്. അല്ലാതെ എന്നെപ്പോലെ എൻ്റെ ഭാര്യ എന്ന് പറഞ്ഞ് മാത്രം ഇരിക്കുന്ന ആളല്ല. അദ്ദേഹത്തിനും ഇത്തിരി മോഹങ്ങളൊക്കെ ഉണ്ട്. ആറ്റുകൊഞ്ചിനും കാണില്ലേ മാഡം ഒരു തുള്ളിച്ചാടൽ. അപ്പോൾ പിന്നെ ഈ കഥ ഞാൻ എൻ്റെ രീതിയിലാക്കിയെന്ന് ചോദിച്ചു. അല്ല, ഇപ്പം അവളെ വിളിച്ചു. അതുപോലെ ഞാനും ഒരുപാട് കൂട്ടാണെന്നറിയാമല്ലോ. അവർ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഞാനെന്ത് ഉത്തരം പറയണം ചേട്ടാന്ന്. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, നീ പറയണം. അയ്യോ, ഇങ്ങനൊന്നും പറയില്ലേ, ഉടനെ മാന കടിച്ച് താഴെ വീഴുവേ, എൻ്റെ കുടുംബപ്പേര് പോവേ എന്നൊക്കെ നീ അങ്ങ് പറയണം. ആ, നിനക്ക് പറ്റില്ലെന്ന് പറയണം. എന്താ ചേട്ടാ, ഞാൻ അതെല്ലാം ചോദിച്ചേ. സീരിയസ് ആയിട്ട് അവർ ചോദിക്കുകയാണ്. അപ്പം സീരിയസ് ആയിട്ട് ഞാൻ യെസ് പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ്റെ പ്രതികരണം എന്താകും? അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എൻ്റെ പ്രതികരണം ആരും അറിയാതെ, പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ, അപമാനമുണ്ടാക്കാതെ നമുക്ക് എന്തെങ്കിലും നേടാൻ കിട്ടുമെന്നുണ്ടെങ്കിൽ ഓക്കെ. അല്ലാതെ അവരുടെ കൂടെ നടന്ന് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകാനാണെങ്കിൽ ഒരിക്കലും ഞാനതിന് സമ്മതിക്കില്ല. അവർ ഈ പറഞ്ഞതുപോലെ കുറച്ച് ഫേമസ് ആണ്. നീയാണെങ്കിൽ ഇനി ചെവി അറിയാതെ കാര്യങ്ങൾ മാനേജ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പറയും ഓക്കെ ആയിക്കോട്ടെ. ചേട്ടനിത് സീരിയസ് ആയിട്ട് പറഞ്ഞതാണോ അതോ തമാശയ്ക്കാണോ? നീ തമാശയ്ക്കാണോ പറഞ്ഞത്? അല്ല, എങ്കിൽ ഞാനും തമാശയ്ക്കല്ല പറഞ്ഞത്. ഈ പറഞ്ഞതുപോലെ കുറേയധികം കാര്യങ്ങൾ ശ്രദ്ധിക്കുവാണെങ്കിൽ എല്ലായിടത്തു നിന്നും നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാം. എനിക്ക് ഈ പറഞ്ഞതുപോലെ വലിയ പോസസീവ്നെസ് ഒന്നും ഇല്ല മോളെ. സദാചാരമൊക്കെ ഇത്തിരി കുറവാണ് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞു. എങ്കിൽ ചേട്ടാ, ഞാൻ പുള്ളിക്കാരോട് ചോദിക്കട്ടെ? ആ, ചോദിച്ചോ, പക്ഷെ രഹസ്യമായിരിക്കണം. അവരെ പോലെ പേരും പ്രശസ്തിയും നീ നേടിയെടുക്കരുത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ പറഞ്ഞു നോക്കാമെന്ന്. എന്തായാലും പുള്ളി ഓക്കെ ആണെങ്കിൽ പിന്നെ എനിക്കെന്താ പ്രശ്നം? അങ്ങനെ ഞാൻ അമ്മായിമ്മയോട് എസ് പറഞ്ഞു. എൻ്റെ കൂട്ടുകാരി ഇതിനെല്ലാം സപ്പോർട്ടായിരുന്നു. ഞാൻ പറഞ്ഞെടി, സാമ്പത്തികമായി എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ നിന്നെ സഹായിക്കാം. കുട്ടിയുള്ളത് കൊണ്ട് നിനക്ക് അനങ്ങാനും പറ്റില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവൾക്കും സന്തോഷമായി. ഞാൻ കൂടെ ചേർന്ന് കഴിഞ്ഞപ്പോഴേക്കും അമ്മായിയമ്മ അവൾക്കും സഹായം ചെയ്യാൻ തുടങ്ങി. സാറിൻ്റെ വീട്ടിൽ ചെന്നപ്പോഴാണ് മാഡം എനിക്കൊരു കാര്യം മനസ്സിലായത്. അദ്ദേഹത്തിന് ഇഷ്ടംപോലെ സുഹൃത്തുക്കളുണ്ട്. അവരൊക്കെ വൈകുന്നേരം വരും. അത് വലിയൊരു വീടാണ്. അവിടേക്ക് ആരും നോക്കാനൊന്നും വരികയില്ല. അതിനുള്ളിൽ നടക്കുന്ന താണ്ഡവങ്ങളൊന്നും നാട്ടുകാർക്ക് അറിയില്ല. അറിഞ്ഞാലും വലിയ വീടും പണക്കാരും ഒക്കെയല്ലേ. അതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. വരുന്നവർക്ക് സേഫായിട്ടുള്ളൊരു താവളമാണ് അവിടെ. VIPസും ഉദ്യോഗസ്ഥരും ഒക്കെയാണ് വരുന്നത്. അങ്ങനെയാണ് മാഡം എനിക്കും ആ ഒരു രംഗപ്രവേശനത്തിനുള്ള അവസരം കിട്ടിയത്. അവളുടെ അമ്മായിമ്മ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ആ പ്രമുഖനെ കണ്ട് ഞാൻ ഞെട്ടി. ഇത്തിരി പ്രായമുണ്ടെങ്കിലും എല്ലാവർക്കും പുള്ളിയെ ഇഷ്ടമാണ്. അന്ന് ഞാൻ ആദ്യമായി
രംഗദീപം കൊളുത്തി ഇറങ്ങി. ഇത്തിരി പ്രായമുണ്ടെങ്കിലും എനിക്ക് ഇവിടെ മിസ് ചെയ്യുന്ന കാര്യങ്ങൾ അവിടെ പൂർത്തീകരിക്കാൻ പറ്റുന്ന ഒരാളായിരുന്നു. എന്നോട് നല്ല സ്നേഹപൂർവ്വം പെരുമാറി. സൗന്ദര്യമുള്ള സ്ത്രീകൾക്ക് ഒത്തിരി പരിചരണങ്ങൾ എവിടെ നിന്ന് കിട്ടുമെന്ന് അന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ എനിക്ക് കിട്ടിയ എമൗണ്ടായിരുന്നു എന്നെ അത്ഭുതപ്പെടുത്തിയത്. എനിക്ക് കിട്ടുന്ന ശമ്പളത്തിൻ്റെ 2 ഇരട്ടി ഉണ്ടായിരുന്നു. അവളുടെ അമ്മായിമ്മയ്ക്ക് ഒന്നും വേണ്ട. എൻ്റെ കൂട്ടുകാരിക്ക് ഞാൻ 5000 കൊടുത്തു. ബാക്കി ഹസ്ബൻഡിന് പാതി കൊടുത്തു. ബാക്കി പാതി ഞാനും എടുത്തു. പിന്നീട് അങ്ങോട്ട് എനിക്ക് ഭയങ്കര ബിസിയായിരുന്നു മാഡം. കാരണം സാറ് തന്നെ എന്നോട് പറഞ്ഞു, മോളെ നാട്ടിലുള്ള ആക്ടിവിറ്റീസ് വേണ്ട, നിനക്ക് ബുക്കിങ്ങും മറ്റു കാര്യങ്ങളുമൊക്കെ ഈ നാട്ടിൽ നിന്ന് അല്ലാതെ കുറേ ദൂരെ എല്ലാം അറേഞ്ച് ചെയ്ത് തരാം. മോള് അവിടെ പോയി പ്രോഗ്രാംസൊക്കെ അവതരിപ്പിച്ച് തകർക്കുമെന്ന് പറഞ്ഞു. അതെനിക്ക് അനുഗ്രഹമായി. ജോലി നിർത്തിയിട്ട് ഞാൻ ഇറങ്ങി. എനിക്ക് പിന്നെ കൂട്ടായിട്ട് ഇടയ്ക്ക് അവളുടെ അമ്മായിമ്മ വരും. ചില സമയത്ത് ആരും വരില്ല. തന്നെ ഒന്നും പോകുന്നത് എനിക്ക് പേടിയില്ലാതായി. ഇതിനിടയ്ക്ക് ഞാൻ കണ്ടത് വളരെ പ്രശസ്തനായ ഒരു ഡോക്ടറായിരുന്നു. കുട്ടികളില്ലാത്തതിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം പറഞ്ഞു, എന്തായാലും വന്ന് ക്ലിനിക്കിലൊന്ന് കാണിക്കൂ, നീ എൻ്റെ പ്രിയപ്പെട്ടവളല്ലേ എന്ന്. അങ്ങനെ ഞാനും ഭർത്താവും കൂടെ ഒരു വട്ടം അയാളുടെ ക്ലിനിക്കിൽ പോയി മാഡം. അവിടെയും ഞങ്ങൾക്ക് 2 പേർക്കും കാര്യമായ കുഴപ്പമൊന്നും കണ്ടെത്താൻ പറ്റിയില്ല. അങ്ങനെ കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടർ എന്നോട് പറഞ്ഞു, ഇനിയിപ്പോൾ ആള് മാറി നോക്കുക എന്നുള്ളൊരു വഴിയേ ഉള്ളൂ. എന്താ ഡോക്ടർ ഉദ്ദേശിച്ചത് പറഞ്ഞപ്പോഴേക്കും, ഇനി നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കുക. അയാളുമായിട്ട് നിങ്ങൾക്ക് നല്ലൊരു റിലേഷൻ വേണം. അതിൽ നിന്ന് നിങ്ങൾക്ക് ഗുണഫലങ്ങൾ ഉണ്ടാകുമോ നോക്കുക. ചിലപ്പോൾ നിങ്ങളുടെ ഭർത്താവിൻ്റെ കുഴപ്പമാണെങ്കിലോ എന്ന് ചോദിച്ചു. ഇതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാവുന്നതിലും അപ്പുറമാണെന്ന് പറഞ്ഞു. കാര്യങ്ങളൊക്കെ ശരി തന്നെ. അപ്പോൾ ഇനി സുരക്ഷിതമായ കാര്യങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ മാത്രമേ എൻ്റെ ആഗ്രഹങ്ങൾ നടക്കുകയുള്ളൂ. നോക്കാം അത് വർക്കൗട്ടാകുമോന്ന്. എന്തായാലും വരുന്നവർ എല്ലാവരും എനിക്ക് പ്രിയപ്പെട്ടവർ തന്നെ. അപ്പോൾ പിന്നെ ഒരാളെയായിട്ട് തിരഞ്ഞെടുക്കുന്നില്ല. എപ്പോഴെങ്കിലും എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ സംഭവിക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. ഡോക്ടർ സ്വകാര്യമായി പറഞ്ഞ കാര്യം എൻ്റെ ഭർത്താവിനോട് പങ്കുവെക്കണമെന്ന് ആദ്യം സംശയം ഉണ്ടായിരുന്നു. എങ്കിലും ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പുള്ളി പറഞ്ഞു, അങ്ങനെ നിനക്ക് വലിയ ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ ഒരു ആഗ്രഹം നീ നിറവേറ്റി തരണമെന്ന്. ഞാൻ പറഞ്ഞു, അതെന്താ? നീ ഒരു കാര്യം ചെയ്യേ, എന്തായാലും അവളുടെ അമ്മായിമ്മ നിന്നോട് ഭയങ്കര ക്ലോസ് ആണല്ലോ, നിങ്ങൾ ഒന്നിച്ചാണല്ലോ വർക്കിംഗ് പാർട്ട്നേഴ്സ്. അപ്പം അവരോട് എൻ്റെ ഉള്ളിലെ മോഹം പറയൂ. പണ്ട് ഞാൻ പറഞ്ഞപ്പോൾ അവർ നിരസിച്ചതല്ലേ എന്ന് പറഞ്ഞു. ആഹാ, കൊള്ളാലോ. എന്തായാലും നിനക്കെന്തോ ആകാം, എനിക്കൊന്നും പറ്റില്ലെന്നാണോ? ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, ഞാൻ അമ്മായിമ്മയോട് പറയാമെന്ന്. അങ്ങനെ അവരോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് വേണ്ടി അവർക്ക് കാര്യങ്ങൾ ഓക്കെയാണ്. അങ്ങനെ അവരുടെ സംഗമവും എൻ്റെ നേതൃത്വത്തിൽ അവിടെ സമ്മേളനമായി നടന്നു. ഞാനാണെങ്കിൽ വലിയ ബിസിയായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഫലമുണ്ടാകുമോ എന്നുള്ള യാത്രയിലുമായിരുന്നു. ഇന്ന് വരെ എനിക്ക് യാതൊരു ഫലവും ഉണ്ടായിട്ടില്ല. ഒരു പ്രശ്നവുമില്ലെന്ന് ഡോക്ടർമാർ ആവർത്തിച്ച് പറയുന്നു. ഇത്രയധികം അവസരങ്ങളും വരുന്നു, എന്നിട്ടും ഒന്നും സംഭവിക്കുന്നില്ല. അത് എന്താ മാഡം? ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമായി അത് തുടരുകയാണ്. പിന്നെ മാഡം, ഞാൻ വേറൊരു കാര്യം പറയട്ടെ. അവർ 2 പേരും കൂടെ ഫ്രണ്ട്ഷിപ്പ് ആക്കിയത് അതിലും വലിയ കുഴപ്പമായി. എൻ്റെ ഭർത്താവാണെങ്കിൽ ആരാധന മൂത്ത് അവരുടെ ശിങ്കിടിയായി നടക്കുകയാണ്. അവർ തമ്മിലുള്ള സ്നേഹപ്രകടനങ്ങൾ കാണുമ്പോൾ എനിക്കിപ്പോൾ അസൂയ തോന്നുന്നു. ടോട്ടലി എൻ്റെ ഭർത്താവ് എൻ്റെ കയ്യിൽ നിന്നും വിട്ടുപോയി. ഇങ്ങനെ 2 പ്രശ്നങ്ങളാണ് എനിക്കുള്ളത് മാഡം. അത് ശരിയാണ്, ഇത്ര അവസരങ്ങളുണ്ടായിട്ടും ഒന്നും റെഡിയാകുന്നില്ല. ടെസ്റ്റുകളെല്ലാം നോർമലാണ്. പക്ഷേ ചില അപൂർവ അവസ്ഥയിൽ അവനവൻ്റെ പ്രതിരോധ ശക്തി തന്നെ, ഇമ്മ്യൂണൽ പവർ തന്നെ ഇത്തരം കാര്യങ്ങളിൽ വില്ലനാകാറുണ്ട്. സാധാരണ അത് ഡോക്ടർമാർ അത്ര ശ്രദ്ധിക്കാറില്ല. ഇത്തരം റയർ സാധ്യതകളുണ്ടോ എന്ന് നിങ്ങൾ ഡോക്ടറുമായിട്ട് ചർച്ച ചെയ്യുക, അതിനുള്ള ടെസ്റ്റുകൾ ചെയ്യുക. ഡോക്ടറോട് പറയുമ്പോൾ ഡോക്ടർക്ക് മനസ്സിലാകും. പിന്നെ നിങ്ങളുടെ ഭർത്താവ് വഴിതെറ്റിപ്പോയതിൽ നിങ്ങൾ തന്നെയാണ് ഉത്തരവാദി. ഒരു ബെല്ലും ബ്രേക്കും ഇല്ലാത്തൊരു ബന്ധത്തിൽ ഇതല്ല, ഇതിൻ്റെ അപ്പുറം വേണമെങ്കിൽ നടക്കും. അതിനിപ്പോൾ എന്ത് ചെയ്യാനാണോ? ഒന്നുകിൽ നിങ്ങൾ ഒതുങ്ങണം, പഴയതുപോലെ ആകണം. അങ്ങനെ അല്ലെങ്കിൽ പിന്നെ അയാളുടെ ഇഷ്ടത്തിന് അയാളും പോവുക, നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളും പോവുക. അതിന് കംപ്ലൈൻറ്റ് പറയാൻ പാടില്ല. പക്ഷേ ആദ്യത്തെ കാര്യത്തിന് കുറച്ചുകൂടി റെയറായിട്ടുള്ള ഇത്തരം ഇമ്മ്യൂണിറ്റി പ്രോബ്ലംസ് വല്ലതും ഉണ്ടോ എന്ന് ആ ഡോക്ടറോട് പറയാമെങ്കിൽ പുള്ളി അത് ഗൗരവതരമായി ഒന്ന് ചിന്തിക്കും. അപ്പം ആ പോയിൻ്റ് പുള്ളി മിസ് ചെയ്തോന്ന് ഒന്ന് ചോദിച്ച് നോക്കുക കേട്ടോ.